മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡിൽ ഡാറ്റ കളക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ പറഞ്ഞു. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇൻ്റർവ്യൂ പറഞ്ഞു അല്ലേ ലാസ്റ്റ്. ഇനി അതിന് ശേഷം വരുന്നത് ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂളാണ്. കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പം ഈ ഇത്തരത്തിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് സ്കെയിലൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഈ ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പം ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിലും നമുക്ക് അവിടെ എന്ത് വേണം, ഒരു ഷെഡ്യൂളോ ക്വസ്റ്റ്യനെയറോ വേണം അല്ലേ? അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുന്നതും അതിൻ്റെ റെസ്പോൺസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇനി എന്ത് ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ എന്നുള്ള പാർട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനെയർ ആണ് വരുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ബൈ എ റിസർച്ചർ ഫോർ സെക്യൂറിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ബൈ യൂസിങ് എ ഫോം വിച്ച് ദ റെസ്പോണ്ടൻറ്റ് ഫിൽസ് ഹിംസെൽഫ്. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോമാണ്. ആ ഫോമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു റെസ്പോണ്ടൻ്റ് അവർ സ്വയം തന്നെയായിരിക്കും ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുക. അതായത് നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഫോമാറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് റെസ്പോണ്ടൻറ്റിന് കൊടുക്കും. അവരതിൽ അവരുടെ ആൻസേഴ്സ് ഫില്ല് ചെയ്യും. അത് നമ്മൾ തിരിച്ച് കളക്ട് ചെയ്യും. അതായിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സെൻഡ് ടു എ നമ്പർ ഓഫ് പേഴ്സൺസ് ഫോർ ദം ടു ആൻസർ. അപ്പോൾ നമ്മുടെ റെസ്പോണ്ടൻസിന്, നമ്മുടെ സാമ്പിൾസിന് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് എന്തെന്ന് പറയുക, ക്വസ്റ്റ്യനെയർ എന്ന് പറയാം. ഇറ്റ് സെക്യൂർ സ്റ്റാൻഡർഡൈസ്ഡ് റിസൾട്ട്സ് ദാറ്റ് ക്യാൻ ബി ടാബുലേറ്റഡ് ആൻഡ് ട്രീറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കലി. അപ്പോൾ ഈ ക്വസ്റ്റ്യനർ പ്രകാരം നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റിസൾട്ടായിരിക്കും ആ ഒരു ഡാറ്റയിൽ ഉണ്ടാവുക. അത് നമുക്ക് ടാബുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യനെയർ ഡിസൈൻ പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന ആൾ, റിസർച്ചർ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുക, അതിൽ വരുന്ന പ്രോസസ്സ്, അതിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സർവേ. എ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി റിട്ടൺ വിത്ത് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ആദ്യം തന്നെ ക്വസ്റ്റ്യനെയർ എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡി എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഡാറ്റയാണ് നമുക്ക് ആവശ്യം, അതിനനുസരിച്ച് വേണ്ടേ നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ ആ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, എ ക്വസ്റ്റ്യനെയർ ദാറ്റ് ഈസ് റിട്ടൺ വിത്തൗട്ട് എ ക്ലിയർ ഒബ്ജക്റ്റീവ് ആൻഡ് പർപ്പസ് ഈസ് അൺഅവോയ്ഡബിളി ഗോയിങ് ടു ഇഗ്നോർ കീ ഇഷ്യൂസ്. അപ്പോൾ ഒരു പർപ്പസ് ഇല്ലാണ്ട് നമ്മൾ റാൻഡമായിട്ട് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ കീ ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും. അതായത് നമുക്ക് എന്താണോ റെലവൻ്റ് ആയിട്ട് വേണ്ട ഡാറ്റാസ് അത് കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മുടെ എയിം എന്താണ്, ഈ ക്വസ്റ്റ്യനെയർ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്റ്റഡി എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് എന്തൊക്കെ ഡാറ്റാസാണ് കിട്ടേണ്ടത്, ആ രീതിയിലൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കണം. ഈ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യനെയർ ആയാൽ മാത്രമേ നമുക്കതിന് റിലേറ്റഡ് ആയിട്ടുള്ള റെലവൻറ്റ് ഡാറ്റാസ് അല്ലെങ്കിൽ കീ ഡാറ്റാസൊക്കെ കിട്ടുള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഓൺ ദി ഇൻഫർമേഷൻ റിക്വയർഡ്. ഇനി ഈ ക്വസ്റ്റ്യനെയർ പ്രകാരം നമുക്ക് എത്രത്തോളം ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഡാറ്റാസാണ് കിട്ടേണ്ടത്, എത്ര ഇൻഫർമേഷൻ കിട്ടണം. അതായത് ഇപ്പം ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അപ്പം നമ്മുടെ സ്റ്റഡിക്ക് എത്രത്തോളം ഇൻഫർമേഷൻ ആവശ്യമുണ്ട് എന്നനുസരിച്ച് വേണം നമുക്കത് ഡിസൈൻ ചെയ്യാൻ. ഇപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് യെസ് ഓർ നോ എന്നുള്ള ആൻസറേ കിട്ടുള്ളൂ. അതിന് പകരം അവരുടെ ഒപ്പീനിയനും കൂടി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഡാറ്റ വേണം, എന്തെല്ലാം ഇൻഫർമേഷൻസ് വേണം, അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ. തേർഡ്, ഡിറ്റർമൈനിങ് ദി സാമ്പിളിംഗ് ഗ്രൂപ്പ്. ഇനി തേർഡ് സ്റ്റേജിൽ പറയുന്നത് നമ്മുടെ സാമ്പിളിംഗ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതാണ് നമ്മുടെ റെസ്പോണ്ടൻറ്റ്, നമ്മൾ ആർക്കൊക്കെയാണ് ഈ ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ഇനി ഫോർത്ത് വൺ,
ചൂസ് ദ മെത്തേഡ്സ് ഓഫ് റീച്ചിങ് ടാർഗറ്റ് റെസ്പോണ്ടൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സാമ്പിളിംഗ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു. അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു 10 SLC സ്റ്റുഡൻ്റാണ് നമ്മുടെ സാമ്പിൾസ് അല്ലെങ്കിൽ റെസ്പോണ്ടൻസ്. ഇവരിലേക്കാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എത്തിക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സാമ്പിളിംഗ് ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യനെയർ എത്തിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യനെയർ അവരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ആ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യണം. 5th വൺ, റൈറ്റിംഗ് ദി ക്വസ്റ്റ്യനെയർ. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എഴുതാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്തു. നമ്മുടെ സാമ്പിളിംഗ് ഗ്രൂപ്പ് ആരാണ് സെറ്റ് ചെയ്തു. ഇപ്പം സാമ്പിളിംഗ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ, ഇല്ലറ്ററേറ്റ് ആണോ അതല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ലെവലിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് 5th സ്റ്റേജായിട്ട് വരുന്നത് ക്വസ്റ്റ്യനെയർ എഴുതുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ആപ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യനെയർ എഴുതുക. അവിടെ തീരുന്നില്ല. ക്വസ്റ്റ്യനെയർസ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അഡ്മിനിസ്റ്ററിങ് ദി ക്വസ്റ്റ്യനെയർ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്, ക്വസ്റ്റ്യനെയർ നടത്തിപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ് പറഞ്ഞു അല്ലേ, എങ്ങനെ അവരിലേക്ക് എത്തിക്കണം. അപ്പം അത് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പോയിട്ട് അത് അവിടേക്ക് എത്തിക്കുകയാണോ, അതല്ല മെയിൽ വഴി സെൻഡ് ചെയ്യുകയാണോ. അപ്പോൾ മെയിൽ വഴി സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ ആ എഴുതിയ ക്വസ്റ്റ്യനെയർ നമ്മളവിടെ നടത്തിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ കണ്ടക്ഷൻ, അതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടിലേക്ക് എത്തിക്കുകയാണ്. 7th വൺ, പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ. ഇനി ഇവിടെ നമ്മളൊരു എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു പൈലറ്റ് സ്റ്റഡി പറയില്ലേ, ഒരു സ്മോൾ സാമ്പിളിനെ എടുത്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് നമ്മളൊന്ന് നോക്കുകയാണ്. അതാണ് പൈലറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ ചെറിയൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണ്. ലാർജായിട്ട് എല്ലാ സാമ്പിളിലേക്കും ക്വസ്റ്റ്യനെയർ എത്തുന്നതിന് പകരം 2 or 3 സാമ്പിൾ മാത്രം കൊടുത്തിട്ട് നമുക്ക് ഒരു റെസ്പോൺസൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. 8th വൺ, ഡ്രാഫ്റ്റിംഗ് ദി ഫൈനൽ ക്വസ്റ്റ്യനെയർ. ഫൈനലി നമ്മൾ പൈലറ്റിംഗ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെ ക്വസ്റ്റ്യനെയർസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് റിമൂവ് ചെയ്യണം, എന്തൊക്കെ റെസ്പോൺസസ് ആണ് നമുക്ക് കിട്ടിയത്, എത്രത്തോളം റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. സോ അത് വെച്ചിട്ട് പിന്നെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യാണ്, ഡ്രാഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇനി 8th സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടൻസ് ഓഫ് ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയറിലുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് നമുക്കറിയുന്നത് തന്നെയാണ് അല്ലേ. ആദ്യം തന്നെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയറിൽ വരുന്ന ആ ഒരു നമ്മുടെ അതായത് നെയിം, ഏജ്, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട് ഉണ്ടാവില്ലേ, അതാണ് ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര്, നമ്മുടെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പേര്, അങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു അപ്പം നമ്മുടെ റെസ്പോണ്ടിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റഡി ഏത് ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ഈ റിസർച്ചർ ആരാണ്. ഇപ്പം അയാം ഫർസാന എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുമല്ലോ, ഇങ്ങനെ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഇവിടെ വരുന്നത് നമ്മൾ റെസ്പോണ്ടൻറ്റിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് അവരുടെ സ്ഥലം, അല്ലെങ്കിൽ അവരുടെ പേര്, സ്ഥലം, നെയിം, ജെൻഡർ, അവരുടെ ഒരു ഡീറ്റെയിൽസൊക്കെ, അങ്ങനത്തെ ജനറൽ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. തേർഡ്, മെയിൻ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനെയർ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനെയറിൻ്റെ കണ്ടൻസ് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഈ സ്റ്റഡി എന്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏത് ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്, ടോപ്പിക് എന്താണ്, ഇങ്ങനെ ആ സ്റ്റഡീനെ കുറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. സെക്കൻഡ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ആ റെസ്പോണ്ടൻറ്റിൻ്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു ജനറൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. തേർഡ്ലി, നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാർട്ടിലേക്ക്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ, അല്ലെങ്കിൽ ഡാറ്റ കളക്ഷനിലൊക്കെ എന്തൊക്കെ ഡാറ്റയാണോ കിട്ടേണ്ടത് ആ ക്വസ്റ്റ്യനിലൊക്കെ ആ ക്വസ്റ്റ്യൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് മെയിൻ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്പ് ക്വസ്റ്റ്യനെയർ ഉണ്ട്. ഫസ്റ്റ് വൺ, ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, പിന്നീട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ കോൾഡ് ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്. For these questions, the respondents are given a limited number of alternative responses. സോ എന്താണ് ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ റെസ്പോണ്ടൻസിന് ഓൺലി ഫിക്സ്ഡ് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മൾട്ടി ചോയ്സ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പം
യെസ് അല്ലെങ്കിൽ നോ. ഇവിടെ ഈ 2 ഓപ്ഷൻസ് മാത്രമേ സെലക്ട് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ അവർക്ക് റെസ്പോണ്ടൻറ്റിന്. അതാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ കോൾഡ് ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയാറുണ്ട്. ഫോർ ദീസ് ക്വസ്റ്റ്യൻസ് ദ റെസ്പോണ്ടൻസ് ആർ ഗിവൺ എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് റെസ്പോൺസ്. ഇപ്പോൾ 2 or 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് വേണം അയാൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒപ്പീനിയൻ എഴുതാനോ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. From these responses, the respondent have to select the one most closely matches his opinion or attitude. അപ്പോൾ 2 or 3 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിന്ന് ഏതാണോ അയാൾക്ക് സ്യൂട്ടായി തോന്നുന്നത് അല്ലെങ്കിൽ അയാളുടെ ആൻസറായി തോന്നുന്നത് അത് വേണം അയാൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് ഈ 2 ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ നിൽക്കുക. അപ്പോൾ ഒന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈഡ് എന്ന് സെലക്ട് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് എന്ന് സെലക്ട് ചെയ്യണം. ചിലപ്പോൾ അയാൾക്ക് അതിൻ്റെ മിഡിലൊക്കെ ആയിരിക്കും, കുഴപ്പമില്ലാത്ത രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, പക്ഷേ ഈ പ്രൊഡക്റ്റ് ഇത്രയും കൂടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഇത്രയും കൂടി അതിന് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇത്രയും കൂടെ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേനെ. ഇങ്ങനെയൊക്കെ അയാൾക്ക് ഒപ്പീനിയൻ ഉണ്ടായിരിക്കും, പക്ഷെ അയാൾക്ക് അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യേണ്ടി വരും, ഒന്നെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യേണ്ടി വരും. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് മീൻസ് ദ റെസ്പോണ്ടൻസ് ക്യാൻ ആൻസർ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഹിസ് ഓൺ വേർഡ്സ് ആൻഡ് അറ്റ് എനി ലെങ്ത് ഹി ചൂസസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്പൺ എൻഡഡ് ആണ്. ഈ ക്വസ്റ്റ്യൻസിന് അയാൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ അയാൾക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല, പകരം അയാളുടെ ഒപ്പീനിയൻ എന്താണോ അത് അയാൾക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഹീ ഈസ് ഫ്രീ ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ഹിസ് വ്യൂ. അയാളുടെ ഒപ്പീനിയൻ അനുസരിച്ചുള്ള വ്യൂക്ക് അനുസരിച്ച് അയാൾക്ക് ഫ്രീ ആയിട്ട് അതിനുള്ള ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. ഇതാണ് 2 ടൈപ്പ് ക്വസ്റ്റ്യനെയർ. ഇനി പോയിൻറ്റ്സ് ഫോർ ഡെവലപ്പിംഗ് ക്വസ്റ്റ്യനെയർ. ഒരു ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ്, ക്വസ്റ്റ്യനെയറിൻ്റെ സ്ട്രക്ചർ. ക്വസ്റ്റ്യനെയർ സ്ട്രക്ചർ എപ്പോഴും എന്തായിരിക്കണം, അത് എപ്പോഴും നമുക്ക് ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ സൂത്തിങ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കണം. സൈസ് നോക്കണം, ടു ലോങ്ങും ആവാൻ പാടില്ല, ടു ഷോർട്ടും ആവാൻ പാടില്ല. അതുപോലെ തന്നെ ലെങ്ത്ത്, ക്വസ്റ്റ്യൻസിൻ്റെ ലെങ്ത്തും നമ്മൾ കൺസിഡർ ചെയ്യണം. യൂസ് വൺ സൈഡ് ഓഫ് ദി പേപ്പർ. ഇപ്പം ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ മാത്രം, അതായത് അധികം കോംപ്ലിക്കേറ്റഡ് ആവാക്കാതെ അല്ലെങ്കിൽ അധികം ആ ഒരു ക്വസ്റ്റ്യനെയർ ഭയങ്കര വൈഡായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര മെസ്സാക്കാതെ നീറ്റ് ആൻഡ് ക്ലിയറിൽ വേണം അത് പ്രൊവൈഡ് ചെയ്യാൻ. മാർജിൻ ആൻഡ് സ്പേസിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. സെക്കൻഡ് പറയുന്നത് ബ്രെവിറ്റിയാണ്. ബ്രെവിറ്റി പറഞ്ഞാൽ ബ്രീഫായിരിക്കണം, അതായത് ഓരോ ക്വസ്റ്റ്യൻസും ബ്രീഫായിട്ട് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം കൊടുക്കാൻ, ചുരുങ്ങിയ രീതിയിൽ വലിച്ചു നീട്ടി ആ ക്വസ്റ്റ്യൻസിനെ കൊണ്ടുവരരുത്. സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കണം, സിമ്പിളായിരിക്കണം, ഏതൊരു ആൾക്കും നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ആംബിഗിറ്റി പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, ഒരുപാട് കുഴപ്പിക്കുന്ന രീതിയിലൊന്നും ചോദ്യങ്ങൾ കൊടുക്കാതെ ക്ലിയറും സിമ്പിൾ വേർഡ്സും യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേണം അത് ഫോമാറ്റ് ചെയ്യാൻ, ക്വസ്റ്റ്യനർ ഡെവലപ്പ് ചെയ്യാൻ. ലീഡിങ് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കരുത്. അയാൾക്ക് അയാളുടേതായ ആൻസർ എഴുതാൻ പറ്റണം. ഇപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ ഈ പ്രൊഡക്റ്റ് നല്ലതായിട്ട് തോന്നുന്നില്ലേ അല്ലെങ്കിൽ നല്ലതാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നല്ലതാണെന്ന് പറയേണ്ടി വരും അല്ലേ. അതിന് സമയത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അങ്ങനെ ആ ഒരു ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കരുത്. അയാൾക്ക് എന്താണോ ആൻസർ പറയാനുള്ളത് അത് വേണം അതിൻ്റെ ഉത്തരമായിട്ട് കിട്ടാൻ. ഇനി സീക്വൻസസ് എന്നാണ് പറയുന്നത്. സീക്വൻസസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയറൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിനൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള, അപ്പോൾ ആദ്യം അയാളുടെ ഒരു ജനറൽ ഇൻഫർമേഷൻസ് ആണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസും ഓരോന്നിനും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് കൊടുക്കുക, അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക, നെക്സ്റ്റ് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. അങ്ങനെ ഒരു സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യനെയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. 7th one പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് മാക്സിമം എന്ത് ചെയ്യുക, അയാളുടെ ആ ഒരു അപ്പോൾ റെസ്പോണ്ടൻ്റ് എങ്ങനെയാണ് അതിന് ബിഹേവ് ചെയ്യുക അതനുസരിച്ചുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വേണം ചൂസ് ചെയ്യാൻ. അതായത് അയാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളെ വല്ലാണ്ട് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ, മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ സീക്വൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ഇപ്പം ഒരു പേജിൽ തന്നെ അതിനൊരു ഓർഡറൊക്കെ കൊടുത്ത് ഒരു ഇപ്പോൾ ടേബുലേഷനിലോ
ഒരു ടേബിൾ പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ കോളം വെച്ചിട്ടോ അങ്ങനെയൊക്കെ പ്രോപ്പർ അറേഞ്ച് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നേച്ചർ ഓഫ് ദി റെസ്പോൺസ് ആണ്. അതായത് ഓരോ ക്വസ്റ്റ്യൻസിനും എന്ത് രീതിയിലാണ് റെസ്പോൺസ് വരിക എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ സ്പേസ് ഇടാനും. ഇപ്പം ചിലതിന് കുറച്ച് സ്പേസ് മതിയാവും, അതേസമയം ഇപ്പം ഒരു ഒപ്പീനിയനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചധികം സ്പേസൊക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി മെറിറ്റ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ ആണ്. മെറിറ്റ്സ് എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ. നമുക്ക് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ ഫില്ല് ചെയ്ത് തന്നോളും. ഒരുപാട് റെസ്പോണ്ടൻസിൻ്റെ ഒന്നും ഒരുപാട് ഇൻ്റർവ്യൂ നടത്തുന്ന ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ക്വസ്റ്റ്യനെയർ ജസ്റ്റ് സെൻഡ് ചെയ്ത് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും. നെക്സ്റ്റ് യൂണിഫോമിറ്റി വേണം എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യനെയർ ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് കിട്ടുന്ന ഡാറ്റ, ഓരോ റെസ്പോൺസിൻ്റെ അടുത്തു നിന്നും കിട്ടുന്ന ഡാറ്റ ഓൾമോസ്റ്റ് യൂണിഫോം ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ സിമിലർ ആണല്ലോ, അപ്പോൾ അതിന് കിട്ടുന്ന ഡാറ്റയും അല്ലെങ്കിൽ റെസ്പോൺസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുവിധം യൂണിഫോം ആയിട്ട് നമുക്ക് കളക്ട് ചെയ്ത്, ഇപ്പം ആദ്യം പ്രൊഡക്റ്റിനെ കുറിച്ച് ബ്രാൻഡിനെ കുറിച്ചുള്ള ഡാറ്റാസ് എല്ലാ റെസ്പോൺസിൻ്റെ അടുത്തു നിന്നും കിട്ടും. അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫ്രീ ഫ്രം ബയാസ്. ക്വസ്റ്റ്യനെയർ ആവുന്ന സമയത്ത് ബയാസ് എന്നൊക്കെ ഫ്രീ ആണ്. ബയാസ് എന്ന് പറഞ്ഞാൽ ഈ എറർ അല്ലെങ്കിൽ വരാൻ ചാൻസസ് ഉള്ള എറേഴ്സിനൊക്കെ അതൊക്കെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. പിന്നീട് എനഫ് ടൈം, നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എനഫ് ടൈം ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസിന് അവരുടേതായിട്ടുള്ള ടൈം എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യാനും അതിന് എനഫായിട്ടുള്ള ടൈം റെസ്പോൺസിന് റെസ്പോണ്ടൻസിന് കിട്ടും എന്നുള്ളതാണ്. പിന്നീട് കൺവീനിയൻറ്റ് ആക്സസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനെയർ എന്നുള്ളത് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടൻസിൻ്റെ സൗകര്യത്തിനനുസരിച്ച് അവർക്കത് ഫില്ല് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി റിലയബിൾ റിസൾട്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ട്സ് ആയിരിക്കും ക്വസ്റ്റ്യനെയറിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ലിമിറ്റേഷൻസ് നോക്കാം. ലിമിറ്റഡ് ഇൻ യൂസ് ആണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പം ലിമിറ്റഡ് യൂസ് ആണ്. അതായത് ഇല്ലട്രേറ്റ് പീപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ഫില്ല് ചെയ്യുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ലിറ്ററേറ്റ്സിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള യൂസേജ് ആണുള്ളത്. പിന്നെ ലോ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ. ക്വസ്റ്റ്യനെയർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരെന്നെ ഫില്ല് ചെയ്യാണല്ലോ. അപ്പോൾ അവർ ചിലപ്പോൾ മടി കാണിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമുക്കത് ഫില്ല് ചെയ്ത് തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് തരുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഒരു പോയിന്റ്. തേർഡ് വൺ, മിസ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനെയറിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് അത് അയാൾക്ക് മനസ്സിലാവുന്നത് വേറെ രീതിയിലും അവർ ഫില്ല് ചെയ്ത് തരുന്ന ആൻസർ ചിലപ്പോൾ ഡിഫറെൻ്റൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ വേറെയും പക്ഷെ അവർക്കത് വായിച്ചപ്പോൾ മനസ്സിലായത് വേറെ രീതിയിൽ. അങ്ങനെ രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനെയറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഷെഡ്യൂളാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.